മുത്തശ്ശ വായിച്ചു തരുക. എന്ത് കഥ? കഥ. ഓ, ഞാനൊരു മാഷ കഥ പറഞ്ഞു തരാം. അധ്യാപകനായ ഒരു മാഷ വളരെ ചെറുപ്പത്തിലെ അധ്വാനിച്ച് നല്ലൊരു പൊസിഷനിലെത്തിയ ഒരു അധ്യാപകന്റെ കഥ. അതാണ് PN നാരായണൻ മാഷ്. എറണാകുളം ജില്ലയിലെ നൂലേരിയിൽ ജനിച്ചു. മലയാളം വിദ്വാൻ, അധ്യാപക പരിശീലനം എന്നിവ നേടി 1970 മുതൽ 22 വരെ കാവശ്ശേരി KCP ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു. സർവീസിൽ ഇരുന്നു കൊണ്ട് മലയാളം MA B.Ed എന്നിവ പാസായി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പദവിയിലിരിക്കെ 2002 സർവീസിൽ നിന്നും വിരമിച്ചു. അയാൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി. കുട്ടികൾക്ക് വേണ്ടിയിട്ട് 8 ബാലസാഹിത്യ കൃതി എഴുതി, 2 കവിതാ സമാഹാരം, 2 ലേഖന സമാഹാരം, 1 ചെറുകഥാ സമാഹാരം. പിന്നെ അയാളുടെ വിവിധ സംഘടനകളിൽ അയാള് പ്രവർത്തിച്ചു. പൗരസ്ത്യ ഭാഷാ സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായും വിദ്യാഭ്യാസ രംഗം കലാസാഹിത്യവേദിയുടെ ജില്ലാ കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രന്ഥപുര സാംസ്കാരിക മാസികയുടെ പ്രസാധകനും പത്രാധിപരുമായിരുന്നു. ഇതിനു പുറമെ ഭാവന ബുക്സ് എന്ന് പറഞ്ഞ് ഒരു പ്രസാധകനും തുടങ്ങി. 2023 മെയ് ചിറ്റൂരിൽ ഭാവന ബുക്സ് കഥാകൃത്ത് മുണ്ടു കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് ജയകാലമേനോൻ എന്നിവരുടെ മഹാസാന്നിധ്യത്തിൽ ഒരു ഉദ്ഘാടനം നടന്നു. അതോടുകൂടി ഭാവന ബുക്സ് എന്നുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം തുടങ്ങി. ഒരു മാഷ്, അയാള് ഓടക്കാലി പള്ളിക്കൂടത്തിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായി, പിന്നെ അങ്ങനെ പഠിച്ച് സ്വന്തമായ അധ്വാനത്തിൽ കൂടി കാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാൾ ആയതുവരെയുള്ള ഒരു അനുഭവ കഥയുടെ ഒരു പുസ്തകമാണ് നടവഴികൾ. സാഹിതീയത്തിൽ രഘുവംശവും 2ാം ഊഴവും കാണാം. അസാഹിതീയത്തിൽ രാമായണവും കക്കാടുമുണ്ട്. പിന്നെ എന്തേ ഈ ദ്വൈതം? ഗൗരവമേറിയ സമസ്യകളെയും സമീപനങ്ങളെയും ആണ് മാസ്റ്റർ സാഹിതീയത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. നിർമ്മലത്വമാർന്ന നിരീക്ഷണങ്ങളാണ് സാഹിതീയത്തിൽ. ഒരു അധ്യാപകന്റെ കൃത്യതയും ഹൃദയസ്ഥയും ഇവിടെ കാണാം. നൂലേലി മാഷായിട്ട് എനിക്ക് കുറച്ചു കാലത്തെ മുത്തശ്ശനെ കുറച്ചു കാലമായിട്ട് നല്ല പരിചയമുണ്ട്. പാലക്കാടായിരുന്നു, കാവശ്ശേരിയിലാണ്. കാവശ്ശേരി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഓർമ്മ വരിക? പൂരം. കാവശ്ശേരി പൂരം ഓർമ്മ വരും. അതുമായി തന്നെ ഞങ്ങളെ പോലെയുള്ള സാഹിത്യ വായന ആൾക്കാർക്കെല്ലാം സുപരിചിതമായ ഒരു ഓർമ്മ വരുന്ന ഒരു പേരാണ് എം നൂലേലി മാഷ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥപുരയായിട്ട് കക്ഷത്തൊരു ബാഗുമായിട്ട് അയാൾ അങ്ങനെ വരും, സന്തോഷിച്ചിട്ട് അങ്ങനെ ചിരിച്ചിട്ട്. അപ്പൊ അയാൾ ഈ ഗ്രന്ഥപുര എന്നുള്ള മാഗസീനിൽ കൂടി ഇറക്കി. അപ്പൊ ഇതൊക്കെ കൂടി ഇറക്കിയിട്ട് ഇയാൾ ഇങ്ങനെ ഇടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ എന്റെ കുന്നത്തൂർമേടുള്ള വീട്ടിൽ ഇങ്ങനെ വരും. കുന്നത്തൂർമേടുള്ള വീട്ടിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഗ്രന്ഥപുരയിലെ DTP വർക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ മേട്ടുപ്പാളയം സ്ട്രീറ്റിൽ ഇങ്ങനെ വന്നതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് കുറച്ചു നേരം താമസം പിടിക്കാം ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് ജയനൊക്കെ ഒന്ന് കണ്ട് പോവാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊക്കെ ഉണ്ട് എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം നിങ്ങൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. ഓരോ സാഹിത്യത്തിനെ കുറിച്ചും സാഹിത്യം അങ്ങനെ നല്ലൊരു സഹൃദയത്വം ഉള്ള ഒരു മാഷാണ് നൂലേലി മാഷ്. അദ്ദേഹം ഭാവന ബുക്സും ഗ്രന്ഥപുരയും അങ്ങനെ കുറെ സാഹിത്യ മാസികകളോടനുബന്ധിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് അവസാനം അദ്ദേഹത്തിന് ചില
ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അതൊക്കെ എല്ലാം നിർത്തിവെച്ച് കഴിഞ്ഞിട്ട് അയാള് ഒരു പുസ്തകമിറക്കി. ആ പുസ്തകത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭാവന ബുക്സിന്റെ 2ാം വാർഷികം കാളിദാസ് പുതുമന നിർവഹിച്ചു. ഈയങ്കോട് ശ്രീധരൻ, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, അങ്ങനെ എല്ലാ പാലക്കാട്ടുള്ള എല്ലാ സാഹിത്യകാരന്മാരായിട്ട് നല്ല ബന്ധമായിരുന്നു. നല്ല ഇടയ്ക്കുള്ള സാഹിത്യ ചർച്ചകള്, സാഹിത്യ ഇത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാവന ബുക്സ് ഉറക്കം വരില്ല ഇത് കേട്ടിട്ട്. ഭാവന ബുക്സ് വെട്ടൂർ സ്മാരകം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചെറുകഥാ മത്സരം നടത്തി. അതിന് മുത്തശ്ശൻ, അതായത് ജയൻ പുതുമന, മുത്തശ്ശൻ ഒരു ശില്പമൊക്കെ തയ്യാറാക്കി കൊടുത്തു. ഇങ്ങനെയൊക്കെ അങ്ങനെ ഇരുന്നു. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. നടവഴികൾ എന്നുള്ള ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ആത്മകഥാ അംശം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അദ്ദേഹം സഞ്ചരിച്ച വഴികളിൽ തന്നോടൊപ്പം ഓർമ്മയിൽ നിന്ന കുറെ പേരുകളാണ് ഇതിലുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ എൻ്റെ സുഹൃത്തുമായ കിണാവല്ലൂർ ശശിധരന്റെ തഹസീൽദാർ കഥ പറയുന്നു എന്ന പുസ്തകത്തിനെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു ആത്മകഥ, തഹസീൽദാരുടെ ആത്മകഥ. അതാണ് ഇതിൽ ഒരു വശം. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന് അധീനമായിരുന്ന മലമ്പുഴ ഉദ്യാനത്തിനടുത്തുള്ള വനഭൂമിയിലെ 100ഓളം ഏക്കർ സ്ഥലം അവർ സിനിമാ നിർമ്മാതാവായ ഔസേപ്പച്ചന് വിൽക്കുന്നു. കോടീശ്വരനായ അദ്ദേഹം അതിൽ ഒരു നാഷണൽ പാർക്ക് തുടങ്ങാൻ പദ്ധതി ഒരുക്കുന്നു. ഈ ഇടപാട് സർക്കാരും ഏമൂർ ഭഗവതി ദേവസ്വവുമായുള്ള പാട്ടക്കരാർ ലംഘനമാണെന്നും നിയമവിരുദ്ധമാണെന്നും കണ്ടറിഞ്ഞ സ്ഥലം തഹസീൽദാർ മലമ്പുഴ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയക്കകത്തുള്ള ഈ സ്ഥലത്തിന്റെ ക്രയവിക്രയങ്ങൾ അസാധുവാക്കുന്നു. ക്ഷുഭിതനായ ഔസേപ്പച്ചൻ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് സംഭവം ഒതുക്കാൻ ശ്രമിക്കുന്നു. നിയമസാധുതയില്ലാത്ത ഈ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണത്തിനായി കക്ഷികളെ റവന്യൂ സെക്രട്ടറി തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നു. ധാർമ്മിക ശക്തി നൽകിയ ആത്മധൈര്യം തഹസീൽദാരെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ സത്യത്തിന്റെ ചേരിയിൽ നിൽക്കാൻ പ്രാപ്തനാക്കുന്നു. ശ്രീ കിണാവല്ലൂർ ശശിധരന്റെ ആത്മകഥയിലെ സ്ഫോടനാത്മകമായ ഒരേടാണ് മേൽ സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാതെ, ഒരു പ്രലോഭനത്തിനും വശപ്പെടാതെ, ശത്രുക്കൾ വർദ്ധിക്കുന്നതിനെയോ ഔദ്യോഗിക രംഗത്ത് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെയോ വകവയ്ക്കാതെ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്റെ നന്മയ്ക്കും നീതിക്കും വേണ്ടി പോരാടിയ കോരിത്തെരിപ്പിക്കുന്ന കഥയാണ് ശശി എന്നുള്ള കാര്യങ്ങൾ. ശശിയെന്ന് കുഴപ്പമുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ തന്നെ നോട്ടപ്പുള്ളിയായി ധാരാളം സ്ഥലം മാറ്റങ്ങളും തരം താഴ്ത്തലുകളും നേരിടേണ്ടി വന്ന, റിട്ടയർ ചെയ്യാൻ 1 മാസം ബാക്കിയുള്ളപ്പോൾ പോലും ഒരു സ്ഥലം മാറ്റം ഉണ്ടായി. കിണാവല്ലൂർ ശശിധരന്റെ തഹസീൽദാർ കഥ പറയുന്നു എന്ന കൃതി. അപ്പൊ ഇതില് മാഷക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ മാഷ് വായിച്ചതായിട്ടുള്ളതും മാഷ് ഇഷ്ടപ്പെട്ടതായിട്ടുള്ളതുമായ ഇങ്ങനെയുള്ള കുറെ പുസ്തകങ്ങളെ കുറിച്ചും തന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന കുറെ വ്യക്തികളെ കുറിച്ചും ലളിതമായി, സരസമായി, നല്ല സ്വന്തം ആയ ഒരു ശൈലിയിൽ എടുക്കുന്നു. ഇതിൽ മറ്റൊരു പേജിൽ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു വെച്ചാൽ, അതും മുത്തശ്ശന്റെ ഇഷ്ട സുഹൃത്തായ മണി ചന്ദാപൂരിനെ കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഈ പുസ്തകത്തിൽ ഇത് പരാമർശിക്കലും മൂലേരി മാഷെ
സ്വഭാവ രീതി, അതായത് കൊടികുത്തിമലയും അരവിപ്പുറം ക്ഷേത്രവും ഞാനും. അതായത് മാഷ് ഒരു സ്ഥലത്ത് പോയി വെച്ചാൽ അടുത്ത പരിപാടികളോ എന്താ വെച്ചാൽ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സമയത്ത് അവിടെയുള്ള എന്താ പ്രത്യേകത എന്നുള്ളത് അന്വേഷിച്ച് പിടിച്ച് അത് പോയി അറ്റൻഡ് ചെയ്തു വരിക എന്നുള്ള ഇതാണ്. നമ്മളെവിടെ പോയാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് റൂമിനുള്ളിൽ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കലല്ല. മനസ്സിലായിട്ടുണ്ടോ? ഇതിൽ പലതും മനസ്സിലാക്കാണ്ട് നമുക്ക് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുസ്തകം മുത്തശ്ശൻ ഇങ്ങനെ കഥ പറഞ്ഞു തന്നാൽ അതിൽ പലതും നമുക്ക് മനസ്സിലാക്കാണ്ട്. അങ്ങനെ വിലയേറിയ ഒരു പുസ്തകമാണ് നടവഴികൾ. മനസ്സിലായോ? നടവഴികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നടവഴികളെ ഒരു ചെറിയൊരു വഴി, അതിലപ്പുറപ്പുറം നല്ല കെട്ടുകള്, വീടുകള്, അതിൻ്റെ ഇടയിൽ കൂടി മഴക്കാലാകുമ്പോൾ നല്ല സ്ട്രോങ് ചായ മാതിരി ഉള്ള വെള്ളം അങ്ങനെ കുത്തിവെച്ച് വരും. സ്കൂളിട്ട് വരുമ്പോൾ അതിലൊക്കെ കാലൊക്കെ തെറിപ്പിച്ച് ചലിപ്പിച്ച് അങ്ങനെ പോവും. അതെല്ലാം ഒരു കാലഘട്ടം. അപ്പം കുട്ടികൾക്കും എല്ലാം ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഇടവഴികളും നടവഴികളും ഒക്കെ എല്ലാ വഴികളും ഇന്ന് ഓട്ടോറിക്ഷ പോകുന്ന തരത്തിലുള്ളതായി. ഓട്ടോറിക്ഷയിലെ എപ്പോഴും പോവാ. പക്ഷെ ജനമനസ്സിന് ഇടുങ്ങിയ ചിന്താഗതിയുമായി. ഏതായാലും മാഷ് ഈ പുസ്തകം ഒരു വായന അനുഭവം ഉണ്ടാക്കുന്നതും ചിന്തിക്കാനുള്ള വകകൾ ഉണ്ടാക്കുന്നതുമാണ്. ആയതുകൊണ്ട് ഈ പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നവർ മൊബൈൽ ഫോണുമായി ബന്ധപ്പെടുക. മാഷ് ഈ പുസ്തകം അയച്ചു തരും. ഇപ്പൊ കഥ മനസ്സിലായോ? മനസ്സിലായി. മിടുക്കൻ. എപ്പൊ നമ്മള് സ്വയപ്രയത്നം കൊണ്ട് നല്ല നിലയില് എത്തണം, മിടുക്കനാവണം. ഓക്കെ.